ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ആയുസ്സും ആരോഗ്യവും ദൈവത്തിൻ്റെ ദാനമാണ്. ഒരുപക്ഷെ ഈ കേൾക്കുന്ന നിങ്ങൾക്കോ എനിക്കോ ഒന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത ദീർഘായുസ് ദൈവം നൽകിയ രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിശുദ്ധ ക്ലാരയുടെയും ആത്മീയ സുഹൃതങ്ങളിൽ സമ്പന്നരായ രണ്ട് വ്യക്തികൾ. ഫ്രാൻസിസ്കൻ ക്ലാര മഠത്തിലെ ബഹുമാനപ്പെട്ട റവറൻ സിസ്റ്റർ വിക്ടോറിയ, എടത്തുവ മൂന്നുപറ കുടുംബത്തിലെ കാർന്നവരായ സ്നേഹബഹുമാനപ്പെട്ട ദേവസ്യ ഔസേ. ഇവരുടെ ധന്യമായ ജീവിതത്തെ, ഒരു നൂറ്റാണ്ട് കയ്യിലൊതുങ്ങിയ ജീവിതത്തെ നമുക്ക് അത്ഭുതത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ അടുത്തറിയാം. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് എടത്തുവ ഇടവകയിലെ മൂന്നുപറ കുടുംബത്തിലെ കാർന്നവരായ ജോസഫ് ഏട്ടനെയാണ്. അച്ചായ നമസ്കാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചായൻ്റെ പേര് ദേവസ്യ ജോസഫ്. അച്ചായന് എത്ര വയസ്സുണ്ട്? 99 വയസ്സ്. അത്ഭുതം! ഒരു നൂറ്റാണ്ടിൻ്റെ ഉടമ, ഒരു നൂറ്റാണ്ട് 100 വർഷത്തിൽ ഇതാ 99 എത്തിയിരിക്കുന്നു. സെഞ്ചുറി അടിക്കും അച്ചായൻ കേട്ടോ. അച്ചായൻ്റെ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ്? അച്ചായൻ എങ്ങനെയാണ് ഈ ചിരിക്കാൻ സാധിക്കുന്നത്? ചിരിക്കും. ചിരി ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ദാനമാണ്. അപ്പോൾ ചിരിക്കുന്നത് നമ്മുടെ സന്തോഷം വർദ്ധിക്കുന്നു, അച്ചായനെ കാണുന്നവരുടെയും സന്തോഷം വർദ്ധിക്കുന്നു. അച്ചായൻ ഈ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. അച്ചായൻ്റെ പ്രാർത്ഥനകളൊക്കെ എങ്ങനെയാണ്? അച്ചായൻ പള്ളിയിലൊക്കെ പോകാറുണ്ടോ? അപ്പോൾ ഇപ്പോൾ 99 വയസ്സുള്ള അച്ചായൻ 95 വർഷം വരെ, 95-ാം വയസ്സ് വരെ ദേവാലയത്തിൽ എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കുവാനായിട്ട്, കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതൊരു വലിയ അനുഗ്രഹമാണ്. അച്ചായൻ എന്ത് ചെയ്യുമായിരുന്നു? അച്ചായൻ്റെ നേരത്തെ കർമ്മം എന്തായിരുന്നു? ജോലി? അച്ചായൻ ഒരു കച്ചവടം നടത്തുന്ന അച്ചായനായിരുന്നു. അച്ചായന് എത്ര മക്കളാണ്? 4 മക്കൾ. അപ്പോൾ 4 മക്കളുള്ള അച്ചായൻ ഇപ്പോഴിവിടെ ഇളയ മകൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുകയാണ്. മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ സ്നേഹത്തിൽ, ലാളനയിൽ, പരിചരണത്തിൽ വളരെ സന്തോഷമായിട്ട് 100-ലേക്ക് പ്രവേശിക്കാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അച്ചായൻ ഈ ചാനൽ കാണുന്നവർക്ക് ഒരു സന്ദേശം പറയാമോ? ഈ പുതിയ തലമുറ വളർന്നു വരുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ, വാർദ്ധക്യം അനുഗ്രഹമാകാൻ, സന്തോഷകരമാകാൻ എന്ത് ഉപദേശമാണ് അച്ചായന് നൽകാനുള്ളത്? അച്ചായൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, ബന്ധങ്ങൾ വളർത്തുക. 2, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. ഇന്നത്തെ തലമുറയ്ക്ക് അച്ചായൻ നൽകുന്ന ഈ അനുഭവ സമ്പത്തിൻ്റെ ഒരു നൂറ്റാണ്ടിൻ്റെ രഹസ്യം, വിജയ രഹസ്യമാണ്. സഫലമായ ഈ ജീവിതത്തിൽ അച്ചായനെ, ഈ കുടുംബത്തിൻ്റെ കാരണവരായ ജോസഫ് അച്ചായനെ എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഇത് കാണുന്ന പ്രേക്ഷകരൊക്കെ അച്ചായൻ്റെ ഈ സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് വളരെയേറെ അനുഗ്രഹ സമ്പന്നയായ, കൃപാപൂർണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സന്യാസിനി സഹോദരിയെയാണ് നമുക്ക് പരിചയപ്പെടാം. അമ്മ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മയുടെ പേരെന്താ? സിസ്റ്റർ വിക്ടോറിയ ക്ലാരിസ്റ്റ് കോൺവെന്റിലെ അംഗമാണ്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 99 വയസ്സ്. ഒരു നൂറ്റാണ്ട് കയ്യിൽ ഒതുങ്ങുന്ന അമ്മ എത്രയേറെ ചരിത്രങ്ങൾ, എത്രയേറെ സംഭവങ്ങൾ, സുഖദുഃഖങ്ങളിലൂടെ കടന്നുപോയ അമ്മ ഇന്ന് വളരെ പ്രസരിപ്പോടെ, സന്തോഷത്തോടെ, ചുറുചുറുക്കോടെ അമ്മ ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നു. അമ്മ നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു? അമ്മ ഒരു അധ്യാപികയായിരുന്നു അല്ലേ? വന്ന കാലം മുതൽ
അമ്മ അധ്യാപിക. നീണ്ട അധ്യയന വർഷത്തിലൂടെ ധാരാളം ശിഷ്യഗണങ്ങളെ പല സ്ഥലങ്ങളിലായിട്ട് അതെ എല്ലായിടത്തുണ്ടായിരുന്നു. ഇവിടെ വന്ന് അവസാനം ഇവിടെ ചങ്ങനാശ്ശേരിയിൽ സെൻറ് ആൻസ് കോൺവെന്റിൽ എത്തിയിരിക്കുകയാണ് അമ്മ. 99 വയസ്സുള്ള ഈ അമ്മയുടെ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കൊന്ന് പങ്കുവെക്കാമോ? പൊതുവെ സന്തോഷപ്രദമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇടയ്ക്കൊക്കെ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായാലും അന്നേരം പെട്ടെന്ന് അങ്ങ് പോകും. സന്തോഷത്തോടെ തന്നെ വീണ്ടും പിന്നെ സഹോദരങ്ങളോടൊക്കെ നല്ല ആത്മാർത്ഥ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അമ്മയുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അമ്മ പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? ലോഗോസ് ക്വിസിന് അമ്മ എഴുതുന്നുണ്ട്. 100 മേനി മത്സരത്തിൽ അമ്മ പങ്കെടുക്കുന്നുണ്ട്. അമ്മ ഏതാണ് പഠിക്കുന്നത്? ഇപ്പം പഠിക്കുന്നത് പിന്നെ റൂത്ത്, സാമുവേല്. പഴയ നിയമത്തിലെ പുസ്തകങ്ങളൊക്കെ അമ്മ വായിച്ച് പഠിച്ച് കാണാപ്പാഠം പഠിക്കുകയാണ്. 99 വയസ്സുള്ള അമ്മ. ഇത് ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു കൂടുതൽ ഉന്മേഷം നൽകട്ടെ. കൂടുതൽ വായിക്കുവാനും പഠിക്കുവാനും പ്രായം ഒരു തടസ്സമല്ല എന്നുള്ള വലിയൊരു സന്ദേശം അമ്മ നൽകുകയാണ്. അതോടൊപ്പം ദൈവവചനങ്ങളുടെ മനനം ജീവിതത്തിൽ സന്തോഷം നൽകുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ സന്തോഷം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് അമ്മയുടെ ജീവിതം നമ്മൾക്ക് ആശംസയും പ്രേരണയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും വിലപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് അമ്മയെ നന്ദി.